Hi friends, welcome to Hajas Classes. നമ്മുടെ ഈ വർഷം വരാൻ നമ്മൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, VFA എന്ന് പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ വർഷം അവസാനത്തോടു കൂടി നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിജ്ഞാപനം എന്ന് വരുമെന്നും നിലവിലെ നിയമന നില, അതായത് 14 ജില്ലകളിലെയും നിയമന നില, മുൻവർഷത്തെ കട്ട് ഓഫ്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വന്നു, ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് എന്ന് വരും, എല്ലാം നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഓരോ ജില്ലയും ആദ്യം തന്നെ കവർ ചെയ്ത് പോവാം. ഓക്കേടാ, അപ്പോൾ ആദ്യത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 22/2/2024 22/2/2024 നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിൽ നിലവിൽ പിന്നെ ആകെ 555 പേരാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അത് 555 പേരിൽ കുറച്ച് കുറയും. ഇത് ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്താണ്, കുറച്ച് പേരെ കുറയും. എന്നാലും ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്തെ അടിസ്ഥാനമാക്കി 555 പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 254 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അന്നത്തെ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റി സാധിക്കും, 74 മാർക്കായിരുന്നു. അത്രയാണ് 74 ആണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് 74 മാർക്കായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, 22/2/2024 ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇതുവരെ 113 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഇതുവരെ ആകെ 113 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 90ാമത്തെ റാങ്കുകാരനാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഓപ്പണിൽ 90ാമത്തേത്. ആകെ 113 അഡ്വൈസ് ആണ് തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് പോകുന്നത്. ഒരു വർഷം കഴിയാതെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 113 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. ആകെ 555 പേരാണ് മെയിൻ ലിസ്റ്റിൽ, 254 പേരും. ഓക്കെ, ഇതാണ് ഇത്. അതായത് അടുത്ത ഒരു 22-ന്, അതായത് 22/2/2024, 22/2/2025, 22/2/2026, 22/2/2027, അതായത് ഫെബ്രുവരി 22, അടുത്ത 2027 ഫെബ്രുവരി 22 ആകുമ്പോൾ പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വരണം, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അതായത് ഈ വർഷം അവസാനത്തോടു കൂടി ഈ ഒരു വിജ്ഞാപനം വന്നാൽ മാത്രമേ 2026 പരീക്ഷ നടത്തി 27 ആദ്യ ഫെബ്രുവരിയിൽ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ജില്ലയിലേക്ക് പോവാം. നമുക്കറിയാം, അടുത്ത ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 9/1/2024. അതായത് ജനുവരി 9, 2024 കൊല്ലം ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിലാകെ 581 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 581 പേരും 281 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. എത്രയാണ്? 281. ഇതിന്റെ കട്ട് ഓഫും 74 മാർക്ക് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കട്ട് ഓഫും 74 മാർക്ക് തന്നെ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ കട്ട് ഓഫ് 74 മാർക്കാണ്. ഇനി ഇതിൽ ഇതുവരെ 75 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ ഇതുവരെ 75 അഡ്വൈസ് പോയി. ഓപ്പൺ കാറ്റഗറിയിൽ 54ാമത്തെ വ്യക്തിക്കാണ് കിട്ടി. ഓപ്പൺ കാറ്റഗറിയിൽ 54ാമത്തെ ടേൺ ആണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആകെ 75 ടോട്ടൽ അഡ്വൈസ് ഇപ്പോൾ ഒരു വർഷത്തിനകം പോയിട്ടുണ്ട്. 74 ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ എക്സാമിന്റെ കട്ട് ഓഫ് ആണ് 74 ആയിരുന്നു. ഓക്കെ, 9/1/2024 അതായത് 9/1/2027 ആകുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ ഈ ഒരു വർഷം നടപടിക്രമങ്ങൾ തുടങ്ങി വെച്ചാൽ മാത്രമേ അടുത്ത 2027 ജനുവരിക്ക് മുമ്പ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. മറ്റൊരു ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല റാങ്ക് ലിസ്റ്റ് വന്നത് 22/11/2023. 2023 നവംബർ മാസത്തിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. എവിടെ? ആലപ്പുഴ ജില്ലയിൽ. അന്ന് 335 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 335 പേരെ. കട്ട് ഓഫ് എന്ന് പറയുന്നത് 70.67 ആണ്. 70.67 ആലപ്പുഴ ജില്ലയുടെ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ അഡ്വൈസ് 53 ആകെ പോയിരിക്കുന്നത്. അതായത് ഒരു വർഷം കഴിഞ്ഞു, 53 അഡ്വൈസ് പോയി. ഓപ്പൺ ടേണിൽ 42ാമത്തെ വ്യക്തിയാണ് പോയിരിക്കുന്നത്. 42ാമത്തെ റാങ്കുകാരനാണ് ഓപ്പൺ ടേണിൽ പോയിരിക്കുന്നത്. അതായത് 70.67 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആകെ 335 പേരാണ് ഉൾപ്പെടുത്തിയത്. മെയിൻ ലിസ്റ്റിൽ 147 പേരും. മെയിൻ ലിസ്റ്റിൽ 147 പേരുമാണ്. ഓക്കെ, ഇതാണ് ആലപ്പുഴ ജില്ലയിലെ. ഇത് വെച്ച് നോക്കുമ്പോൾ
22/11/2026 അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. 22/11/2026 അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. 21/11/2026 വരെയാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ 22/11 അടുത്ത 2026 നവംബർ 22 ആകുമ്പോൾ എന്താണ് അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഈ 26 നവംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ പരീക്ഷകളൊക്കെ നടത്തി എന്താണ് റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വർഷം എന്തായാലും ഈ ഒരു വിജ്ഞാപനം വരുമെന്ന് നമ്മൾ പറയുന്നത്. കാരണം ഈ 2026 ലിസ്റ്റ് തീരുന്നതുണ്ട്. അടുത്തത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ടയിൽ 1/12/2023 അതായത് 2023 ഡിസംബർ 1 ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് ഇതിൽ 293 പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 293 പേരെ. അതിൽ മെയിൻ ലിസ്റ്റിൽ 134 പേരുമാണുള്ളത്. മെയിൻ ലിസ്റ്റിൽ 134 പേര്. ഇതിൻ്റെ കട്ട് ഓഫും 70.67 തന്നെയാണ്. എത്രയാണ്? 70.67 തന്നെയാണ് ഇതിൻ്റെ കട്ട് ഓഫ്. ഇതുവരെ 37 അഡ്വൈസ് ആണ് പത്തനംതിട്ട ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി പോയിട്ടുള്ളത്. 37 അഡ്വൈസ്. ഓപ്പൺ കാറ്റഗറിയിൽ 19. ഓപ്പൺ കാറ്റഗറിയിൽ 19ാമത്തെ ടേൺ ആണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഓക്കെ, ഇതാണ്. ഇത് വെച്ച് പറയുമ്പോൾ 1/12/2026 പുതിയ ലിസ്റ്റ് 26 പുതിയ ലിസ്റ്റ് വരണം. അതായത് നമുക്ക് 30/11/2026 അർദ്ധരാത്രിയോടുകൂടി നിലവിലെ പത്തനംതിട്ട ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 3 വർഷം ആവും. അതിനുശേഷം അടുത്ത ദിവസം എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് നിയമനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 1/12/2026 പത്തനംതിട്ട ജില്ലയുടെ PFA റാങ്ക് ലിസ്റ്റ് വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് വിജ്ഞാപനം ഈ വർഷം ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. മറ്റൊരു ജില്ലയിലേക്ക് വന്നാൽ അത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് 4/1/2024 വന്നത്. 4/1/2024. ഇത് പ്രകാരം 4/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 3/1/2027 നിലവിലെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. ഇതിൽ ഈ ഒരു നിലവിലെ റാങ്ക് ലിസ്റ്റിൽ 347 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 347 പേരെ. മെയിൻ ലിസ്റ്റിൽ 158 പേരും. മെയിൻ ലിസ്റ്റിൽ 158 പേരും. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 71.33 ആയിരുന്നു. 71.33 ആയിരുന്നു ഈ ഒരു കോട്ടയം ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതുവരെ 66 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓപ്പൺ ടേണിൽ 47ാമത്തെ റാങ്ക്. ഓപ്പണിൽ 47ാമത്തത്. ആകെ 66 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതാണ് കോട്ടയം ജില്ലയുടെ ഒരു വിശദാംശം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ജില്ല നോക്കിയാൽ അത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ 22/12/2023 എറണാകുളം ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അത് പ്രകാരം 21/12/2026 അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു എറണാകുളം ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. തുടർന്ന് തൊട്ടടുത്ത ദിവസം 22/12/2026 കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഇപ്പൊ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ആകെ 541 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 541 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 264 പേരും. മെയിൻ ലിസ്റ്റിൽ 264 പേരും. ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 130 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. 130 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ 109ാമത്തെ റാങ്കുകാരനും കിട്ടിയിട്ടുണ്ട്. ഓപ്പണിൽ 109ാമത്തെ. ആകെ 130 അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് ചോദിച്ചാൽ 72 മാർക്കായിരുന്നു. എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് 72 മാർക്കായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയാണ് 72 മാർക്ക്. ഓക്കെ, ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, 72 കട്ട് ഓഫ് എന്ന് നിങ്ങൾക്ക് എറണാകുളം ജില്ല. ഇനി മറ്റൊരു ജില്ലയിലേക്ക് വന്നാൽ ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 25/1/2024 25/1/2024. അതുപ്രകാരം 2026 അടുത്ത ലിസ്റ്റ് വരണം. 24/1/2026 വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്താണ് കാലാവധിയുണ്ട്. 24 അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുക്കി ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. തൊട്ടടുത്ത ദിവസം എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. നമുക്കറിയാം നിലവിലെ ഇടുക്കി ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ ആകെ 341 പേരാണുള്ളത്. 341 പേര്. മെയിൻ ലിസ്റ്റിൽ 156 പേരും. മെയിൻ ലിസ്റ്റിൽ 156 പേരും. ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 68 മാർക്കായിരുന്നു. ഈ ഇടുക്കി ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 68 മാർക്കായിരുന്നു. ഈ 68 മാർക്കിന് മുകളിൽ നേടിയ 156 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതുവരെ ഇടുക്കി ജില്ലയിൽ 33 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇടുക്കി ജില്ലയിൽ ഇതുവരെ 33 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ ടേണിൽ പോയിരിക്കുന്നത് 22ാമത്തെ റാങ്കാണ്. 22ാമത്തെ റാങ്കാണ് എന്ന് മനസ്സിലാക്കുക.
ഇനി മറ്റൊരു ജില്ലയിലേക്ക് നോക്കിയാൽ അത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/12/2023 12/12/2023 അത് പ്രകാരം 12/12/2026 പുതിയ ലിസ്റ്റുകൾ. കഴിഞ്ഞത് 2026 പറഞ്ഞതെങ്കിൽ 27 24 വന്നത് 27 23 വന്നത് 26 കാലാവധി തീരുക. അത് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് നിങ്ങൾ കൺഫ്യൂസ് ആകാതെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 12/12/2026 പുതിയ ലിസ്റ്റ് വരണം. അതായത് 11/12/2026 കൂടി നിലവിലെ തൃശ്ശൂർ ജില്ല VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ആകെ 599 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 599 പേരെയും മെയിൻ ലിസ്റ്റിൽ 282 പേരുമാണ്. മെയിൻ ലിസ്റ്റിൽ 282 പേരുമാണ്. ഇവിടുത്തെ കട്ട് ഓഫ് 72.67 ആയിരുന്നു. 72.67. ഇതിന് മുകളിൽ നേടിയ 282 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതുവരെ എത്രയാണ്? 136 അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ല VFAയിൽ 136 അഡ്വൈസ് ആണ് ആകെ ഇതുവരെ പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ ഡേഡ് 107 ഓപ്പൺ ഡേഡ് 107 എന്ന് മനസ്സിലാക്കുക. ഇതാണ് തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു ജില്ലയിലേക്ക് പോയാൽ അത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 4/1/2024 അത് പ്രകാരം 4/1/2027 പുതിയ ലിസ്റ്റ് വരണം. അതായത് 3/1/2027 കൂടി നിലവിലെ പാലക്കാട് ജില്ലയിലെ VFA റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. തൊട്ടടുത്ത ദിവസം എന്താണ്? പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാലേ നിയമന നടപടികൾ നടക്കുകയുള്ളൂ. ഓക്കെ, ഈ ഒരു ലിസ്റ്റിൽ 582 പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ആകെ 582 പേരാണ്. മെയിൻ ലിസ്റ്റിൽ 280 പേരും. മെയിൻ ലിസ്റ്റിൽ 280 പേരും. 71.67 ആയിരുന്നു പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 71.67. എടാ, ഈ 71.67 നേടിയതോ അല്ലെങ്കിൽ അതിന് മുകളിലോ നേടിയ 280 പേരാണ് ഈ ഒരു പാലക്കാട് ജില്ലയിലെ VFA ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ 112 അഡ്വൈസ് ആണ് പാലക്കാട് ജില്ലയിൽ പോയിരിക്കുന്നത്. ഇതുവരെ 112 അഡ്വൈസ് പാലക്കാട് ജില്ലയിൽ പോയിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ 85ാമത്തെ റാങ്കാണ് വന്നിരിക്കുന്നത്. 85ാമത്തെ റാങ്കാണ് ഓപ്പൺ ടേണിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു ജില്ല നോക്കിയാൽ മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ 4/1/2024 നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 4/1/2024 ഇത് പ്രകാരം 3/1/2027 കൂടി നിലവിലെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. തൊട്ടടുത്ത ദിവസം 4/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 4/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ഈ മലപ്പുറം ജില്ലയുടെ ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ആകെ 497 പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. എത്രയാണ്? 497 പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 237 പേരും. മെയിൻ ലിസ്റ്റിൽ 237 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 72 മാർക്കാണ്. മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 72 മാർക്കായിരുന്നു. അപ്പൊ അതിന് മുകളിൽ നേടിയ 237 പേരാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മലപ്പുറം ലിസ്റ്റിലുള്ളത്. ഇതുവരെ 110 അഡ്വൈസ് ആണ് മലപ്പുറത്ത് പോയിരിക്കുന്നത്. ഇതുവരെ 110 അഡ്വൈസ് മലപ്പുറത്ത് പോയിട്ടുണ്ട്. ഓപ്പണിൽ 80ാമത്തെ ടേൺ, ഓപ്പണിൽ 80ാമത്തെ റാങ്കുകാരനാണ് ഇതുവരെ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി മറ്റൊരു ജില്ല കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 21/12/2023 അത് പ്രകാരം 20/12/2026 കൂടി നിലവിലെ കോഴിക്കോട് ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. തുടർന്ന് 21/12/2026 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. നമ്മൾ മനസ്സിലാക്കുക, പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഇപ്പൊ നിലവിലെ റാങ്ക് ലിസ്റ്റ് പ്രകാരം 373 പേരാണ് കോഴിക്കോട് ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റുള്ളത്. 373. ഇതുവരെ മെയിൻ ലിസ്റ്റിൽ 169 പേരും. മെയിൻ ലിസ്റ്റിൽ 169 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. 74.67 കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ്. 74.67 ആയിരുന്നു കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതുവരെ 48 അഡ്വൈസ് ആണ് കോഴിക്കോട് ജില്ലയിൽ പോയിരിക്കുന്നത്. ഇതുവരെ 48 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓപ്പൺ ടേണിൽ 35ാമത്തെ റാങ്ക്. ഓപ്പൺ ടേണിൽ 35ാമത്തെ റാങ്കുമാണ്. അതായത് 74.67 കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ്. അതിന് മുകളിൽ നേടിയ 169 പേർ മെയിൻ ലിസ്റ്റിൽ. ഇതുവരെ 48 അഡ്വൈസ് ആണ് ഈ ഒരു ജില്ലയിൽ പോയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത വയനാട് ജില്ലയാണ്. 1/12/2023 വയനാട് ജില്ലയുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അത് പ്രകാരം 30/11/2026 ഈ അർദ്ധരാത്രിയോട് കൂടി നിലവിലെ വയനാട് ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. അതായത് ലിസ്റ്റ് തീരും.
തുടർന്ന് അടുത്ത 1/12/2026 അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് വരണം. അത് അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് വന്നാലേ നിയമനങ്ങൾ നടക്കൂ. ഇപ്പൊ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ വയനാട് ജില്ലയിൽ 236 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ആകെ 236 പേരാണ്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ 104 പേരും പേരുമാണ്. ഇവിടുത്തെ കട്ട് ഓഫ് 69.33 ആയിരുന്നു. വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.33 ആയിരുന്നു. ഇതിന് മുകളിൽ നേടിയ 104 പേരാണ്, ഈ ഒരു മാർക്കോ അതിന് മുകളിലോ നേടിയ 104 പേരാണ് വയനാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ വയനാട് ജില്ലയിൽ 12 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വയനാടിൽ പോയിരിക്കുന്നത് 12 അഡ്വൈസ് ആണ്. അതിൽ ഓപ്പണിൽ പോയിരിക്കുന്നത് 7ാമത്തെ റാങ്കാണ് ഓപ്പണിൽ പോയിരിക്കുന്നത്. ഇതാണ് വയനാട് ജില്ലയുടെ അവസ്ഥ. ഒരു വർഷം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ആകെ 236 പേരേ ഉള്ളൂ, 104 പേരെ മെയിൻ ലിസ്റ്റിലുള്ളൂ എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് വയനാട് ജില്ല. ഇനി അടുത്ത ജില്ലയിലേക്ക് പോയാൽ അത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 10/1/2024 അത് പ്രകാരം 9/1/2027 കൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. തുടർന്ന് തൊട്ടടുത്ത ദിവസം 10/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഈ ഒരു നിലവിലെ കണ്ണൂർ ജില്ലയുടെ VFA റാങ്ക് ലിസ്റ്റിൽ 423 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയാണ്? 423 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 194 പേരും. ഇതിന്റെ കട്ട് ഓഫ് 74 മാർക്കായിരുന്നു. കണ്ണൂർ ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 74 മാർക്കായിരുന്നു. ഈ 74 മാർക്കോ അതിന് മുകളിലോ നേടിയ 194 പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ, അതായത് ഒരു വർഷം കഴിഞ്ഞു, ഇതുവരെ കണ്ണൂർ ജില്ലയിൽ ആകെ 109 അഡ്വൈസ് പോയിട്ടുണ്ട്. 109 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓപ്പണിൽ 77 ആകെ 109 അഡ്വൈസ്. ഓപ്പൺ ടേണിൽ 77ാമത്തെ റാങ്കുമാണ് പോയിരിക്കുന്നത്. ആകെ 194 പേരാണ് ലിസ്റ്റിലുള്ളത്. ആകെയല്ല, മെയിൻ ലിസ്റ്റിൽ ആകെ 423 പേരുമാണ്. ഓക്കെ, ഇതാണ് കണ്ണൂർ ജില്ലയുടെ ഒരു VFA ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ജില്ലയിലേക്ക് പോയാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് 4/1/2024 അതുപ്രകാരം 3/1/2027 അർദ്ധരാത്രിയോടുകൂടി കാസർഗോഡ് ജില്ല വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. തൊട്ടടുത്ത ദിവസം 4/1/2027 അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് നടപടിക്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചാൽ മാത്രമേ നടക്കൂ നമുക്കറിയാം. ഈ ഒരു നിലവിലെ റാങ്ക് ലിസ്റ്റിൽ 387 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയാണ്? 387 പേരാണ് നിലവിലെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ളത്. നിങ്ങൾ നോക്കുക, മെയിൻ ലിസ്റ്റിൽ 178 പേരുമാണ് കാസർഗോഡ് ഉള്ളത്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70.67 ആണ്. 70.67 ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ്. ആ മാർക്കോ അതിന് മുകളിലോ നേടിയ 178 പേർ കാസർഗോഡ് ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ലിസ്റ്റിലുണ്ട്. നോക്കുക, ഇതുവരെ 44 അഡ്വൈസ് ആണ് ഇവിടെ പോയിരിക്കുന്നത്. ആകെ 44 അഡ്വൈസ് ആണ് ഇവിടെ പോയിരിക്കുന്നത്. ഓപ്പണിൽ 30 പേരും പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓപ്പണിൽ 30ാമത്തെ റാങ്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇത്രയുമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം, ഈ 2025 ഓഗസ്റ്റ് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ആ മാസം മുതൽ അങ്ങോട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു വിജ്ഞാപനം പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് മാസം മുതൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരു വിജ്ഞാപനം നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നമ്മളിപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുത്ത്, നമുക്കറിയാം നമ്മളിപ്പോൾ LDC പരീക്ഷ എഴുതി കഴിഞ്ഞ ആളുകളാണ്, LGS പരീക്ഷ എഴുതി കഴിഞ്ഞ ആളുകളാണ്, നമ്മൾ പലരും ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ആളുകളായിരിക്കും. ഇതെല്ലാം നിങ്ങൾ കൃത്യതയോടെ എഴുതി പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് കഴിഞ്ഞു, അടുത്ത ട്രെൻഡ് മെയിൻസ് നടക്കുന്നു. മെയിൻസ് ഈ പരീക്ഷയൊക്കെ കൃത്യതയോടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഈ വരുന്ന എല്ലാ പരീക്ഷകളും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ച നിങ്ങൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടക്കാൻ വേണ്ടി പോകുന്ന സെയിൽസ്മാൻ പരീക്ഷ അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. നല്ല മാർക്കോടെ സ്കോർ ചെയ്യാം. പിന്നീട് വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ ബെവ്കോ LDC, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പാറ്റേണിൽ അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS ഇതൊക്കെ ഒരു ഇതിൽ തന്നെ കൊണ്ടുപോയാൽ പഠിക്കുക. കാരണം ഏകദേശം എല്ലാ സിലബസും സെയിം ആണ്. കമ്പനി ബോർഡ് LGSന് മാത്രം ചെറിയൊരു മാറ്റമുണ്ട്, ബാക്കി എല്ലാ സിലബസും സെയിം ആണ്. അതുകൊണ്ട് തന്നെ കൃത്യതയോടെ ഇപ്പോൾ പഠിക്കുന്ന രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്ക് നേടി മുന്നോട്ട് പോകാം. അതായത് ഈ സെയിൽസ്മാനും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ ജില്ലാതല എക്സാം ആണ്. ഓരോ ജില്ലയിലും 100-നുള്ളിലേക്ക് റാങ്കിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും.
ആ പഠിക്കേണ്ട രീതി കൃത്യമായി പഠിച്ചാൽ മതി. ആ രീതി നിങ്ങൾക്ക് അറിയാം എന്ന് നമ്മൾ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അടുത്തൊരു വീഡിയോ എങ്ങനെയാണ് പുതിയ പാറ്റേണിൽ പഠിച്ച് പോകേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അത്തരത്തിലുള്ളൊരു വീഡിയോ നമ്മൾ കൃത്യമായും പഠിച്ച് നോക്കി അതിൻ്റെ അനുസരിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. വിജ്ഞാപനം വന്ന് പഠിക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അതിനനുസരിച്ച് പഠിക്കില്ല. വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അടുത്ത എക്സാം ഡേറ്റ് വരട്ടെ എന്ന് പറയും. എക്സാം ഡേറ്റ് വന്നാൽ കൺഫർമേഷൻ വരട്ടെ, ഡേറ്റ് വരട്ടെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അതൊക്കെ മാറ്റിവെച്ച് കൃത്യമായി പഠിച്ചു മുന്നേറുക. അപ്പോൾ ഈ ഒരു പരീക്ഷ നമുക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കേടാ, അപ്പോൾ ഏറ്റവും പുതിയ PSC അപ്ഡേറ്റ്സും അതുപോലെ ഏറ്റവും പുതിയ വാർത്തകളും ക്ലാസ്സുകളും ഏറ്റവും മികച്ച ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഹാജാസ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോവുക. ഏറ്റവും മികച്ചത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് നമ്മൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവഴി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ നമ്മുടെ ഹാജാസ് ക്ലാസ്സസ് എന്ന ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാകാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കേടാ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.